വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സ്ഥിരമായി വായിക്കണം, അതിനെ ധ്യാനിക്കണം, അതിനോടൊപ്പം സമയം ചെലവഴിക്കണം എന്നൊക്കെ പറയുന്നതിനൊരു കാര്യമുണ്ട്. എന്താണോ നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ദൈവവുമായി ബന്ധപ്പെട്ട് വചനമുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ ബലത്തോടെ ആയിരിക്കുന്നോ, അത്രത്തോളം മാത്രമേ ദൈവത്തിൻ്റെ വചനം പുറത്തു വരത്തുള്ളൂ. അത്രത്തോളം മാത്രമേ ആ വിശ്വാസത്തിൻ്റെ മേഖല പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. ആ വചനം വായിൽ വയ്ക്കുവാൻ മാത്രമല്ല, ആ വചനം കൺഫസ് ചെയ്യാനിടയാകണം. ഉള്ളിൽ വെക്കുക മാത്രമല്ല, അതിനെ വായിലൂടെ പുറത്തു കൊണ്ടുവരണം, കൺഫസ് ചെയ്യാനിടയായിത്തീരണം. നമ്മുടെ ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ നമ്മളോട് ദൈവം സംസാരിച്ച ആ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എത്രത്തോളം അത് നിങ്ങൾ സംസാരിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനിടയാകും. ഇന്നത്തെ മെസ്സേജിൽ കർത്താവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ. ഓരോ ദൈവവചനവും നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ്, ദൈവമായുള്ള ബന്ധത്തിൽ നമ്മളെ ഉയർത്തുന്നതാണ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ധ്യാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ കേൾക്കുന്നതാണ് എൻ്റെ വാട്ടമില്ലായ്മയുടെ കാരണം. പ്രതിസന്ധി വരത്തില്ലെന്നുമല്ല, വെയിലടിക്കത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ടാ യോശുവയോട് ദൈവം പറഞ്ഞത്, നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. സഭയോട് ഞാനൊരു ദൂത് പറയുക, സഭയെ നിന്റെ നേരെ ഒരുത്തനും നിൽക്കുകയില്ല. നിനക്ക് നേരെ ഒരുത്തനും നിൽക്കുകയില്ല. നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നേരെ നിൽക്കുകയില്ല. അടുത്ത വചനം പറയുക, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിനെ വിഭാഗിക്കും. ഞാനത് ചെയ്യാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തേക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനെ നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. നിന്റെ വായിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. ദൈവത്തിന്റെ വചനം മനസ്സിൽ വെക്കുക മാത്രമല്ല വായിൽ വെക്കണം. വായിൽ വെക്കുന്ന ആളിനോട് പറയുക, ആരാണോ ദൈവവചനം ധ്യാനിക്കുകയും വായിൽ വെക്കുകയും ചെയ്യുന്നത് അവനോട് ദൈവം കൂടിയിരിക്കാനായി തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം കൂടിയിരിക്കുക എന്ന് പറയുന്നിടത്തും വചനം നൽകുക എന്ന് പറയുന്നിടത്തും രണ്ടായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ
എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ദൈവം അവൻ്റെ ഭയങ്കര കാര്യമോ? എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തെ നമുക്ക് നൽകുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാ. കുറച്ച് കട്ടിയായി പോയി. ഞാനൊന്നും കൂടെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ അത് വിശദീകരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ദൈവം അവനെ നമുക്ക് നൽകുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാ. അത്രയും കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം, അവിടോട്ട് പോണ്ട. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നമുക്ക് അവനെ നൽകുന്നത് എങ്ങനെയാ ജിജോ തരുന്നത്? അവൻ്റെ വാക്കുകളിലൂടെയാ. ആ വാക്കുകൾ എൻ്റെ അകത്ത് വരുമ്പോ വാസ്തവത്തിൽ അവൻ തന്നെയാണ് എൻ്റെ അകത്ത് വരുന്നത്. യോശുവയുടെ ദൈവം പറയുക, നീ എൻ്റെ വചനം ധ്യാനിക്കണം, എൻ്റെ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം, അത് നിന്റെ വായിലിരിക്കണം. നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ പലപ്പോഴും യോശുവയെ പഠിച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? യോശുവയുടെ സക്സസിന്റെ രഹസ്യം പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുക, അവൻ വേർഡുമായും അവൻ വചനവുമായി ധ്യാനിക്കുന്നവനായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? വചനം ധ്യാനിക്കുന്ന യോശുവയുടെ അകത്തേക്ക് ഒരാശയം വരികയാണ്, ദൈവത്തിന്റെ ശബ്ദം വരികയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആ ശബ്ദം വന്നത് ഇങ്ങനെയാണ്, നോക്ക, യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു. എന്നാൽ നീ ചെയ്യേണ്ടത് പുരോഹിതന്മാരോട് പറയണം, പെട്ടകം എടുത്തുകൊണ്ട് യോർദാനിൽ കരകവിയുന്ന യോർദാനിൽ ചവിട്ടണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഞാൻ ഇന്നലകളിൽ ചിന്തിച്ചിരുന്ന രീതിയിലല്ല ഇന്ന് അതിനെ ചിന്തിക്കുന്നത്. ഇന്നലകളിൽ ചിന്തിക്കുന്ന രീതിയിൽ അതിനെ ചിന്തിക്കുന്നത്. ഞാൻ ആ ചിന്തയിലേക്ക് മെല്ലെ നിങ്ങളെ കൊണ്ടുവരാം. യോശുവേ, നീ എങ്ങനെയാ ശബ്ദം കേട്ടത്? യോശുവേ, നീ എങ്ങനെയാ ശബ്ദം കേട്ടത്? നിന്നോട് ദൈവശബ്ദം കേട്ടത് ഒരു വാക്കുകൾ മാത്രമാണോ? ഞാനിന്ന് അതിനെ കുറച്ചും കൂടി വ്യത്യാസമായി പറയും. യോശുവ ആ ശബ്ദം കേട്ടത് വാക്കുകൾ മാത്രമല്ല, അവൻ്റെ അകത്തൊരു ഡ്രീം വരുന്നുണ്ട്, ഒരു ചിത്രം വരുന്നുണ്ട്, ഒരു ചിന്ത വരുന്നുണ്ട്. ആ ചിന്ത എങ്ങനെയാണ്? ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം പുരോഹിതന്മാർ പെട്ടകം ചുമക്കുന്നു, അവർ കാലുകൾ വെള്ളത്തിൽ ചവിട്ടുന്നു. നിന്റെ അകത്ത് കാണുന്ന പല ചിത്രങ്ങളും ദൈവത്തിന്റെ അസാധാരണമായ ശക്തിയെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആലോചനകളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? യോശുവയുടെ അകത്തേക്ക് ഒരു ശബ്ദം വരിക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? കൈകളടിച്ചൊരു നല്ല ആമീൻ പറയാവോ? പിന്നെ യോശുവയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടിയും ഇരിക്കും എന്ന് ഇസ്രായേൽ അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർക്കാണ് നിന്നെ വലിയവനാക്കും. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം മോശയെ പോലെ യോശുവയെ വലുതാക്കേണ്ടതിന് ദൈവം ചെയ്തത് ആദ്യം അവനോട് സംസാരിക്കുകയാണ് ചെയ്തത്. ഓ, നിങ്ങൾ ആരും എന്നെ കൈയടിച്ചില്ല. ഞാനൊന്നും കൂടെ പറയാം. യോശുവയെ മോശയെ പോലെ ദൈവം വലുതാക്കാൻ ചെയ്തത്, യോശുവയുടെ കൈകളിൽ ദൈവം ചെയ്തത്, അല്ലെങ്കിൽ യോശുവയെ മോശയെ പോലെ വലുതാക്കാൻ ദൈവം ആദ്യം ചെയ്തത്, യോശുവയോട് ദൈവം സംസാരിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിയേ, ആ ശബ്ദത്തെ തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ് മോശയെ പോലെ യോശുവയെ ദൈവം വലുതാക്കാൻ കാരണമായത്. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തെ എക്സിക്യൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ അറിയേണ്ടത് ദൈവം നിങ്ങളെ വലുതാക്കുകയാണ്. ഓ, നിങ്ങളുടെ തലയിൽ കയറിയൊന്നും എനിക്കറിയത്തില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ കേൾക്കുന്നത് ഒരു ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ഏത് ശബ്ദമാണെന്ന് എനിക്കറിയത്തില്ല. ആ കേൾക്കുന്ന ശബ്ദം പ്രാക്ടിക്കലി നിങ്ങളെ എപ്പോൾ കൊണ്ടുവരുന്നോ അപ്പോൾ മുതൽ ദൈവം നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാനായി ആരംഭിക്കും. ദൈവം ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കോ, ദൈവം ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ അത്ഭുതങ്ങളല്ല ആദ്യം ചെയ്യുന്നത്, പകരം ആദ്യം അവന്റെ ശബ്ദമാണ് കൊടുക്കുന്നത്. കൂടെ വന്നോ?
ഗുണമൊന്നോ? ദൈവം എന്നാ ചെയ്യുന്നത്? ദൈവം ഉയർത്താൻ അത്ഭുതങ്ങളല്ല ചെയ്യുന്നത്. ആദ്യം അവന്റെ ശബ്ദമാണ് കൊടുക്കുന്നത്. ആ ശബ്ദം ആരാണോ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നത് അവിടെയാണ് ഉയർച്ച ഉണ്ടാകുന്നത്. ഞാൻ മെല്ലെ കണക്ട് ചെയ്യട്ടെ. നമ്മൾ ദൈവദിനം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശബ്ദം കേൾക്കാറുണ്ട്. അത് പേപ്പറിൽ ഒതുങ്ങിപ്പോയി, പുസ്തകത്തിൽ എഴുതി വെച്ചു. പക്ഷേ പുസ്തകത്തിൽ എഴുതി വെക്കുന്നവരല്ല ദൈവം ഉയർത്താൻ പോകുന്നത്. പകരം അത് ലഭിച്ചത് പ്രാക്ടിക്കലി കൊണ്ടുവരുന്നവർ ഉയരാനായി തുടങ്ങും. യേശുവേ. അപ്പാ, thank you, Jesus. ഒരു 4 പേര് വരാവോ? 4 പേര് വരാവോ? 4 പേര് വരാവോ? ഓടിയോ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാവോ? 4 പേര് അങ്ങോട്ട് 2 സൈഡിലായിട്ട് നിന്നിട്ട് 2 പേരും കൂടി ഇപ്പുറത്ത് വരാവോ? ഇപ്പുറത്ത് പോവാ. ഇപ്പുറത്ത് സാറ് മുമ്പിൽ നിന്നേ, സാറിന്റെ മുമ്പിൽ സൈഡിൽ നിന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണേ. യോശുവ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദത്തെ ഇസ്രായേൽ ജനത്തോട് പറയുക. അവരെന്ത് ചെയ്യണം? ആ കസേരയും കിടത്തെ. ഇത് പെട്ടകമാണേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യോശുവ കേട്ടത് അവരോട് ഒന്ന് പറയുക. നിങ്ങൾ ഈ പെട്ടകമായിട്ട് വെള്ളത്തിലേക്ക് കാല് വെക്കണം. കേട്ടതല്ല കാര്യം, പ്രാക്ടിക്കലാക്കുന്നതാ കാര്യം. നമ്മൾ ഇതുപോലെ എന്തെല്ലാം ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പേപ്പറിലും വീട്ടിലും ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആരാണോ ആ ശബ്ദത്തെ പ്രാക്ടിക്കലാക്കുന്നത് അവിടെ അത്ഭുതം ആരംഭിക്കുന്നത്. നിങ്ങൾ ചോദിക്കോ, എന്റെ പ്രതീക്ഷയിൽ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നവരാരും തന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് തന്നെ നമുക്ക് പുറപ്പെടണമെന്ന് ചോദിച്ചു കാണത്തില്ല. യോശുവയുടെ കൂടെ നിൽക്കുന്ന ആരും തന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ വെള്ളത്തെ ചവിട്ടാൻ നിൽക്കണമെന്ന് ചോദിച്ചു കാണത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവരെ അങ്ങനെ തന്നെ അനുസരിച്ചു. അവര് പറഞ്ഞതിന്റെ പുറകിൽ വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങി നിൽക്കുന്ന ആ നദിയുടെ കരയിലേക്ക് ഇറങ്ങി കാലുകൾ ചവിട്ടി. കാല് ചവിട്ടുന്നവരെ വെള്ളത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ വക്കത്ത് ചവിട്ടിയപ്പോ വെട്ടുകൊണ്ട് മുറിഞ്ഞതുപോലെ അത് മുറിയാൻ തുടങ്ങി. ദൂത് നിങ്ങളോടാ. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആദ്യ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ നിങ്ങളുടെ മുമ്പിലെ യോർദാൻ 2 ആകാനായി തുടങ്ങും. ഇവര് ഉണങ്ങിയ സ്ഥലത്തേക്ക് എത്തിയില്ല. ആ പെട്ടകവുമായിട്ട് അവർ നദിയുടെ നടുക്കിലെത്തിയില്ല. പക്ഷെ അതിനേക്കാൾ മുമ്പ് മിറക്കിൾ നടന്നു കഴിഞ്ഞു. അവരക്കരെ കടന്നില്ല, അതിനേക്കാൾ മുമ്പ് അത്ഭുതം നടന്നു കഴിഞ്ഞു. ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതോടെ യോർദാൻ മുറിയും. അതോടെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. യോർദാനെ 2 ആക്കുന്നത് നിന്റെ പരിശ്രമമല്ല, അധ്വാനമല്ല, കേട്ട ശബ്ദത്തെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതാണ്. താങ്ക് യു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിങ്ങളും ഞാനും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? പക്ഷേ ആ ശബ്ദത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടിരുന്നില്ല. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ദൈവം ഒരു ജോൺ ദാരുവിനെ അല്ല അതിനെ എഴുന്നേൽപ്പിച്ചത്. ദൈവം നിങ്ങളെ ഓരോരുത്തരും അതിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദം ഹല്ലേലൂയ പറ. നിങ്ങളുടെ കൈകളിലേക്ക് അവന്റെ വേർഡ് തരുമ്പോ അവന്റെ ഉദ്ദേശം പറയാം, അവന്റെ ചുറ്റുപാടും ഒരു അത്ഭുതം, അവന്റെ വീട്ടിലൊരു അത്ഭുതം, അവൻ സഞ്ചരിക്കുന്നിടത്തൊരു അത്ഭുതം. അങ്ങനെയാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മണ്ടത്തരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാറുണ്ട്. നിങ്ങളിപ്പോ കൈയടിച്ചു, തുള്ളിച്ചാടി, ബഹളം വെച്ചു, ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ, ഈ പുള്ളി കാണിച്ചു ശുദ്ധ മണ്ടത്തരമല്ലേ?
വെള്ളം കുത്തി ഒഴുകുന്നതിന് അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾ നദിയിലെ വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കര കവിഞ്ഞ് നദി ഒഴുകുന്നത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരുന്ന കരമേർത്തിക്ക്. അതിനെ അടുത്തു പോകാൻ ഭയം വരും. ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്നാന്നറിയോ? വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങാനാണ്. ചിലരോട് ഞാൻ ദൂത് പറയുക കേട്ടോ, നിനക്ക് തോന്നും നീ വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങുവാന്ന്, പക്ഷെ അത് വെള്ളപ്പൊക്കത്തിന്റെ അവസാനമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിനക്ക് തോന്നും വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങുവാന്ന്, പക്ഷെ അത് വെള്ളപ്പൊക്കത്തിന്റെ അവസാനമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഒന്നും കൂടെ ഞാൻ പറയാം. നിനക്ക് തോന്നും നീ ഇറങ്ങുന്നത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഉള്ളിലെ. അല്ലല്ല, നീ ഇറങ്ങുന്നത് ആ വെള്ളപ്പൊക്കത്തെ അവസാനിപ്പിക്കാനാ. ഇനി അവിടെ ഒരു വെള്ളപ്പൊക്കം ഇല്ല, ഇനി അവിടെ ഒരു അണക്കെട്ടേ ഉള്ളൂ, ഇനി അവിടെ ഒരു വഴിയേ ഉള്ളൂ. നീ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വാതിൽ തുറന്നു വരും, നീ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വഴി തുറന്നു വരും. അത് ഒരാൾക്ക് വേണ്ടിയല്ല, 10,000 കയറാനുള്ളൊരു വഴി തുറന്നു വരും. ഞാൻ സഭയോടൊരു ദൂത് പറയുക. ജോൺ ദാരു ആ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ, പക്ഷെ നിങ്ങൾ അറിഞ്ഞോണം, 1000 വേണ്ടി ഒരു വഴി തുറന്നു വരുക. ആരെങ്കിലും വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങാൻ റെഡിയാണോ? ആരെങ്കിലും പെട്ടകവുമായിട്ട് നടക്കാൻ തയ്യാറാണോ? സാന്നിധ്യമായിട്ട് ഇറങ്ങാൻ തയ്യാറാണോ? വീക്ഷിക്കുന്നവർ പറയും ഇവരെന്നതാ ചെയ്യുന്നേ, പുറത്തു നോക്കുന്നവർ എന്നാ ചെയ്യും, ഇവരെന്നതാ ചെയ്യുന്നേ. പക്ഷെ നാളത്തെ റിസൾട്ട് പറയും അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു. ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ കർത്താവിൻ്റെ വചനത്തിലൂടെ ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഈ കേട്ട വചനം നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലാക്കുന്നില്ല എങ്കിൽ ഈ വചനം ക്രിയ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഇന്നത് ചെയ്യണം, ഇന്നതാണ് വേണ്ടത്. പക്ഷേ അത് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ സക്സസ് ആകാനായി കഴിയത്തുള്ളൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളായിരിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ ആകുലതകൾ, അതിൽ ഒരു പക്ഷേ ശരിയായൊരു രീതിയിൽ ആ വചനത്തെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങളോടൊപ്പം ചലിച്ച് അടുത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പറഞ്ഞാട്ടെ. ഈ അമ്മ നമ്മുടെ മുമ്പിൽ വലിയൊരു സാക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അമ്മയുടെ പേര് അമ്മിണി, കോട്ടയത്ത് നിന്ന് വരുന്നു. ഈ സിസ്റ്റർ നമ്മുടെ ചർച്ചിലെ ഒരു ലീഡറിൻ്റെ അമ്മയാണ്. സിസ്റ്ററിനെ പ്രഷർ കൂടിയതിനെ തുടർന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു സൈഡ് ചുണ്ടിൻ്റെ ഒരു സൈഡ് കോടിപ്പോയി, കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയി. ഡോക്ടർമാർ കാണിച്ചപ്പോൾ പറഞ്ഞത് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തുളർന്നു പോകുന്നു എന്നാണ്. എന്നാൽ ആ സിസ്റ്റർ നമ്മുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് ഇവിടെ കടന്നു വരുവാനിടയായി. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു, പൂർണ്ണമായി സൗഖ്യമായി. അമ്മയ്ക്ക് പ്രഷർ കൂടിയതിനെ തുടർന്ന് എന്താണ് സംഭവം? ഒരു സൈഡ് കോടിപ്പോയി, ഒരു വശം കോടിപ്പോയി, ഇങ്ങോട്ട് കോടിപ്പോയി. കണ്ണ് ചരക്കാൻ പറ്റിയത്തില്ല. ഈ കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു, ചരക്കത്തില്ലായിരുന്നു. അപ്പൊ ഈ കണ്ണ് തള്ളിപ്പോയി, ഇങ്ങോട്ട് തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. കണ്ണ് ചലിക്കത്തില്ല, കണ്ണ് പുറത്തോട്ട് വന്നു. ശരി, അങ്ങനെയാണോ അമ്മ ഇവിടെ വന്നേ? ഇവിടെ വന്നത് അങ്ങനെയാ. നിങ്ങൾ ആരും കൈയടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണിന്റെ ചലനശേഷി പോയി. ഈ സൈഡിൽ നിന്ന് കണ്ണ് തള്ളിപ്പോയി, ഒരു സൈഡ് തളർന്നുപോയി. അങ്ങനെയാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഒരു പ്രശ്നം കാണാനും ഇല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇദ്ദേഹത്തിന്റെ കൂടെ ആരാ വന്നിട്ടുള്ള? ആരെങ്കിലും വന്നിട്ടുണ്ടോ? മോള് ഇവിടുത്തെ ലീഡർ ആണല്ലേ? പിന്നെ അമ്മയാണ്. നിങ്ങളുടെ അമ്മയാണ്? മണിച്ചേട്ടന്റെ അമ്മ. മണിച്ചേട്ടന്റെ അമ്മ. എങ്ങനെയായിരുന്നു? കണ്ണ് പുറത്തോട്ട് തള്ളി എന്ന് പറയുന്നത്? അനക്കം ഇല്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി
അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കണ്ണ് അനങ്ങണില്ല, കീറി ഒരു സൈഡിൽ മൂക്ക് വരെ ഇങ്ങനെ ചെരിഞ്ഞു പോയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇവിടെ കൊണ്ടുവന്ന്, എനിക്കറിയാം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ, ദൈവീയ വൈദ്യനും ഔഷധമായ യേശുവിന്റെ കരങ്ങളിലാണ് ഇവിടെ കൊണ്ടുവന്ന് അമ്മ ഇപ്പൊ സുഖം പ്രാപിച്ചു. ഞങ്ങൾ ചർച്ചിൽ ഭയങ്കര കാര്യമാണ് കേൾക്കുന്നത്. കണ്ണ് പുറത്തോട്ട് തള്ളിപ്പോയി, കണ്ണിന്റെ ചലനശേഷി പോയി, ആ ആള് ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നണില്ല കണ്ടിട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമായിട്ട് പോയട്ടെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് അമ്മയ്ക്ക്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, പറഞ്ഞു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ബ്രദർ സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, പൊക്കളിന്റെ മേളിലെ തടിപ്പുള്ള ഒരാളെ ദൈവം സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ സിസ്റ്റർ പൊക്കളിന്റെ മുകളിൽ കൈവച്ച് തടുപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഉണ്ടായിരുന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു പൊക്കളിന്റെ മുകളിൽ തടിപ്പുള്ള ആരും ഉണ്ടെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ അതുപോലെ പ്രാർത്ഥിച്ചു. അപ്പൊ ആ നിമിഷം തന്നെ അതിന് സൗഖ്യമായി എന്നാ പറയുന്നത്. പൊക്കളിന്റെ മേളിൽ തടിപ്പുണ്ടായിരുന്നു. എത്ര വലിപ്പുണ്ടായിരുന്നു? ഇത്ര വീതിയുള്ളതായിരുന്നു. അത് മാറിപ്പോയി. സന്തോഷമായിട്ട് പറയട്ടെ. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ പേര് സന്ധ്യ എന്നാണ്, കുറ്റിപ്പുറത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലീഡറാണ്. കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ അവരുടെ പുറകിൽ പ്രയർ സപ്പോർട്ടിന് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു വെരിക്കോസിന്റെ വേദനയാലും കാലിന്റെ പ്രശ്നങ്ങളാലും ഭാരപ്പെടുന്ന ഒരു സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ മനസ്സിൽ ചിന്തിച്ചു, എനിക്കും ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റർ അത് വിശ്വസിച്ചു. സിസ്റ്റർക്ക് പൂർണ്ണ സൗഖ്യമായെന്ന് സിസ്റ്റർ പറയുന്നത്. വേറെ ആൾക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടുന്നോ? അതെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞേ. ബ്രദർ, ഈ മോളുടെ പേര് ഹന്ന എന്നാണ്, കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. ഈ മോള് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോ ചെവിന്ന് ഒരു നല്ലപോലെ ബ്ലഡ് വന്നപ്പോ അമ്മ കൊണ്ടുപോയി. ഡോക്ടർ ഈ ബ്ലഡ് വരുന്നത് കണ്ടിട്ട് ഡോക്ടർക്ക് പേടിയായിട്ട് അപ്പൊ തന്നെ എൻഡോസ്കോപ്പി എടുക്കുക എന്ന് പറഞ്ഞു. മോള് എൻഡോസ്കോപ്പി എടുക്കാൻ ടെസ്റ്റ് ചെയ്യാൻ റൂമിലേക്ക് ചെന്നപ്പോ അമ്മ പുറത്ത് വന്നിട്ട് തൃശ്ശൂർ ചർച്ചിലേക്ക് ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് വന്നപ്പോ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു സാക്ഷിയാണ്. എൻഡോസ്കോപ്പി ചെയ്യാൻ പോയ ആളാണ്, ചെവിക്ക് ബ്ലീഡിങ് വന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അടിപൊളിയാണല്ലോ കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ പോലും പേടിച്ചു എന്നാണ് പറയുന്നത്. ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. അപ്പൊ തലോണയിൽ ബ്ലഡ് കണ്ടു. കാരണം ഒന്നും സാധാ വിളിക്കണ പോലെ വിളിച്ചു. പിന്നെ നോക്കുമ്പോൾ വായെന്നാണോ അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ അവളങ്ങനെ ബാത്റൂമിലേക്ക് പോയി എഴുന്നേറ്റിട്ട് അപ്പോൾ അമ്മേന്റെ ചെവിന്നാ വന്നത്. പിന്നെ നോക്കുമ്പോ എനിക്ക് നോക്കാം അങ്ങനെ കട്ട് ചെയ്യും അവിടെ ബ്ലഡ്. ഞാൻ സ്കൂളിൽ പോകണം, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയാം. ഇനി ഒരിക്കലും വരത്തില്ല കേട്ടോ. ലവ് യു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഇവരുടെ ലൈഫിൽ എന്താണോ സ്വപ്നം കാണുന്നത് അതിനനുസരിച്ച് ഇവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ കൃപ ധാരാളം മതിയല്ലോ അപ്പാ. യേശുവേ, അപ്പാ ഇവരുടെ ലൈഫിനെ പണിയണമേ അപ്പാ, ഇവരുടെ ലൈഫിനെ പണിയണമേ അപ്പാ. സ്വപ്നത്തെ നൽകുന്നത് ദൈവമാകുന്നുവെന്ന് കർത്താവെ വചനത്തിൽ നിന്ന് വായിക്കുവാനായി കഴിയും. ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്വപ്നങ്ങളെ കൊടുക്കുന്നത് കർത്താവ് തന്നെയാകുന്നു. യേശുവേ, ഇവരുടെ സ്വപ്നത്തിനനുസരിച്ച് ഇവരുടെ ലൈഫ് ഉയർന്നു വരട്ടെ അപ്പാ, ഇവരുടെ ലൈഫ് ഉയർന്നു വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. മുഖത്തും സ്കിന്നിലും കുരുക്കൾ പോലെ വരുന്ന ഒരു വ്യക്തിയെ കാണാം. തൻ്റെ ശരീരത്തിലായിരിക്കുന്ന എല്ലാ ഹോർമോണൽ ചേഞ്ചസിൽ നിന്നും കർത്താവ് കുടുംബത്തെ വിടുവിക്കുകയാണ്, ആ വ്യക്തിയെ വിടുവിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ. സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അതേപോലെ ഒരു വ്യക്തിയെ കാണാം, കാലിൻ്റെ വിരല് എവിടെയോ തട്ടിയതിന് ശേഷം വിരല് സൈഡിലോട്ട് ചരിഞ്ഞുപോയി. രണ്ട് വിരൽ നേരെ ഇരിക്കുന്നതിൽ ആ രണ്ട് വിരലും ഇപ്പോൾ വി ഷേപ്പിലായിരിക്കുകയാണ്, ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി.
ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുത കരം ചലിക്കണം. അപ്പോൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. അപ്പോൾ ലിവറിന് പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി കർത്താവേ. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവരോട് സംസാരിക്കണമേ അപ്പാ, അവരോട് ഇടപെടണമേ അപ്പാ, വിടുതലിനെ അയക്കണമേ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.